പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. ഭാര്യ വീട്ടിലേക്കാണ് യാത്ര. നല്ല മഴയുള്ള കാലാവസ്ഥയാണ്. ഈ മഴയുള്ള കാലാവസ്ഥയിൽ ഒരു ബോട്ട് യാത്ര നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ കൊച്ചു വള്ളത്തിൽ നേരെ നമ്മുടെ ബോട്ട് ജെട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും പേർക്ക് ഈ ബോട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. കുഴപ്പമില്ല, എല്ലാം നീന്തലറിയാവുന്ന പിള്ളേരാണ്. ഈ തുഴഞ്ഞു പോകുന്നത് നമ്മുടെ അയൽവക്കത്തെ വിജയൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. അദ്ദേഹം രാവിലെ വലയിട്ട മീൻ കൊടുത്തിട്ട് തിരികെ പോകുന്ന യാത്രയാണത്. നമ്മൾ നമ്മുടെ ബോട്ട് ജെട്ടിയിലേക്ക് എത്തുകയാണ്. ഈ കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇത് പൊതുമടയെന്ന് പറയും. അതായത് ഇവിടെ പെട്ടിയും പറയൊന്നും വെക്കില്ല. പാടത്തുനിന്ന് വെള്ളം കയറി ഇറങ്ങാനുള്ള മട മാത്രമാണ്. അതൊരു മുറിച്ചിട്ട് കോൺട്രാക്ടർമാർ അതിൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. നമ്മൾ വന്ന വഴിക്ക് ഒരു തേങ്ങ വീണ് നമ്മുടെ വള്ളത്തെ വന്ന് അഖിലിനോട് പറഞ്ഞിട്ടുണ്ട് അത് എടുത്തിട്ടേ പോകാവുള്ളൂ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കയറി പോകേണ്ട ജെട്ടിയിലെത്തിയിട്ടുണ്ട്. ഇത് തെക്കേറായിരം പാടത്തിൻ്റെ മൂലയിലാണ്. അതുകൊണ്ട് മൂലയാറായിരം ജെട്ടി എന്നതിൻ്റെ പേര്. ഈ ജെട്ടിയുടെ ഒരു സംഭവം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഇത് പണിത കോൺട്രാക്ടർമാരും ഈ മെയിൻറ്റെയിൻ ചെയ്ത ആൾക്കാരും ഒക്കെ ഇതൊന്ന് കാണണം. പൊക്കടാ ബാബാ, നടന്നോ ബൈ പിടിച്ചോളൂ. നടന്നോ, നോക്കിടാ, ഒരു കുഴപ്പമില്ല. അപ്പോൾ രാഹിലേ പോട്ട് വരാവേ. തേങ്ങ അങ്ങോട്ട് ചേർത്ത് വെച്ചെടുക്ക് വളപ്പോ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ജെട്ടിയുടെ വിശേഷം പറഞ്ഞായിരുന്നു. ജെട്ടി പൊളിഞ്ഞു പോയി കേട്ടോ. നമ്മുടെ ജെട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതായത് കപ്പപ്പത്തിലിട്ട് വാർത്ത ജെട്ടി നിൽക്കത്തില്ല, കമ്പിയിട്ട് വാർക്കണം. ഇത് കണക്ഷനൊന്നുമില്ല. അതായത് ഇത് കയറിപ്പോണ ഭാഗവും നമ്മൾ വെള്ളം ഇറക്കമുള്ള സമയത്ത് ഈ സൈഡിലൊരു ചെറിയ പോർഷനുള്ളതാണ്. ഇതിൻ്റെ ഇടത്തെ സൈഡിൽ നമ്മൾ നേരത്തെ പല വീഡിയോകളും നമ്മൾ കാണിച്ചിട്ടുണ്ടത്. അത് ഈ തൂണിനട വഴി നേരെ താഴോട്ടങ്ങ് പോയി ഈ പോർഷൻ. മക്കൾ മാറിക്കടാ. ഇന്നത്തെ ഇവിടെ ഒരു പോർഷൻ ഉണ്ടായിരുന്ന ഞാനേ ബോട്ടിൽ പോകുന്ന സമയത്ത് മറ്റ് ജെട്ടികളുടെ ആ ഭാഗം കാണിച്ചു തരാം കേട്ടോ. സാധാരണ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഇവിടെ കമ്പി ഇട്ട് വാർക്കണ്ട. കമ്പിയൊക്കെ തണ്ട കമ്പി ഇല്ല. ആ കമ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത കമ്പിയൊന്നുമല്ല. അതാ തൂണിൻ്റെ കമ്പി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിത് ആലപ്പുഴയ്ക്കൊരു യാത്രയിലാണ്. ബോട്ട് കണ്ട അവിടെ നിന്നാണ് വരേണ്ടത്. നമ്മൾ വെയിറ്റ് ചെയ്യുക. സ്കൂള് തുറക്കാൻ പോവുകയാണ്. അപ്പോൾ വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന 2 പേര് മടക്കയാത്രയിലാണ്. ദുർഗ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എപ്പോഴും വന്നിട്ട് ഇവള് ചോദിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ, ഞാൻ സഹായിക്കണോ. ഞങ്ങൾ ഇവളെ ദുർഗാ സഹായം എന്ന് വിളിക്കുന്നത്. ഇത് ആങ്ങള. അച്ഛനെ വാ വാ വാ. കണ്ടു കാണും. ഓ, ചെറിയ മഴച്ചാറ്റിലുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച വേറൊരു ബോട്ടാണ്. പകരമാണ് ബോട്ട് വന്നേക്കുന്നത്. പക്ഷെ ചാർജിനൊന്നും മാറ്റമൊന്നുമില്ല. സൂപ്പർ എന്നൊക്കെ പറയുന്നത്. സൂപ്പറാണോ സോ? ഞങ്ങൾ വീട് വരെ പോണ്. ഞാൻ പറയും പോവാ. അങ്ങനെ ബോട്ടിൽ കയറി. നമ്മൾ ബോട്ടിൽ 5 ജീവനക്കാരാണുള്ളത്. ടിക്കറ്റ് എടുക്കുന്ന ആളെ നമ്മൾ ബോട്ട് മാഷ് എന്നാണ് പറയുക. ഫ്രണ്ടിൽ വളയം പിടിക്കുന്ന ആളെ സ്രാങ്കെന്നും 2 കയറ് പിടിക്കുന്ന 2 പേരെ ലാസ്കർമാരെന്നും ഒരു എഞ്ചിൻ ഡ്രൈവറും. ഈ ചേട്ടൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. അദ്ദേഹം നമ്മളെ കണ്ടോണം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്ത്.
പുതിയ സർക്കാർ KSRTCക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞിട്ടുള്ളൂ. SWTDയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയുമായിരുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ യാത്ര തുടരുകയാണ്. പടിഞ്ഞാറൊരു മഴക്കാറ് വെച്ചിട്ടുണ്ട്. വേമ്പനാട്ടുകായൽ കയറുന്ന സമയത്ത് നല്ല മഴയായിരിക്കുമെന്ന് കരുതുന്നുണ്ട്. ഈ കാണുന്നത് പുത്തനാറായിരത്തിനും C ബ്ലോക്കിനും നടുവിലൂടെ ഈ അടുത്ത്, അതായത് കുറച്ച് നാളേ ആയിട്ടുള്ളൂ ഈ ഒരു ആറ് വെട്ടിയിട്ട്. കുറേ നാളായിട്ട് സർവേ ചെയ്തിട്ടിരുന്നതാണ്. പുത്തൻതോടാണെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിലേ പോയാലും വേമ്പനാട്ടുകായലിലേക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് വട്ടക്കായലിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇടാനുള്ള കാരണം, മറ്റ് കൃഷി ചെയ്യുന്ന പാടങ്ങൾക്ക് അതിൻ്റെ ബണ്ടുകൾക്കൊക്കെ മെയിൻ്റനൻസിന് വേണ്ടി ചെളിയെടുക്കുകയും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിയിട്ടിരുന്ന സ്ഥലമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ബോട്ട് ജെട്ടിയുടെ വേറൊരു പോർഷൻ കാണിക്കാമെന്ന്. ഈ ബോട്ട് ജെട്ടിയുടെ ശോചനീയാവസ്ഥ കൊണ്ട് ഒരു പുതിയൊരു ജെട്ടി കെട്ടുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോർഷനാണ് നമ്മുടെ ജെട്ടിയുടെ ഭാഗം ഇടിഞ്ഞു പോയത്. ഈ ജെട്ടിയിലും കാണാം ഈ ലെഫ്റ്റ് സൈഡിലൊരു പോർഷൻ ഉണ്ട്, അത് ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ 2 ജീവനക്കാരെക്കുറിച്ച് പറഞ്ഞായിരുന്നു, കയറ് പിടിച്ചിട്ട് ആളെ കയറ്റി ഇറക്കുന്നത്. അവരെ ലാസ്കർ എന്നാണ് അറിയപ്പെടുന്നത്. അവർ രണ്ടുപേരുമാണ്. നമ്മൾ സ്ഥിരം യാത്രക്കാരായതുകൊണ്ട് ഈ ബോട്ട് ജീവനക്കാരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരുടെ പരിപാടിയാണിത്. കയറ് പിടിച്ച് ബോട്ട് അടുപ്പിക്കുക, ബോട്ട് സേഫായിട്ട് അടുപ്പിക്കുക, ബോട്ട് ജെട്ടിയിൽ ഇടിക്കാതിരിക്കുക, ആൾക്കാരെ സേഫായിട്ട് കയറ്റുക. ഇത് നമ്മുടെ സുഹൃത്തുക്കളായ 2 ചേട്ടന്മാരാണ് കേട്ടോ. ഞങ്ങളുടെ അവിടുത്തെ ജെട്ടിയെല്ലാം മറിഞ്ഞു പോയി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ബോട്ട് ഓടിച്ചെല്ലുന്നത് C ബ്ലോക്കിൻ്റെയും ചെറുകായൽ കായലിൻ്റെയും കൂടെ ഇടയിലുള്ള തോട്ടിലൂടെയാണ്. ഈ തോട് നല്ല ആഴമുള്ള തോടാണ്, നല്ല ഒഴുക്കുള്ള തോടാണ്. ഈ തോട്ടിൽ പണ്ട് കാലങ്ങളിൽ കമുക് നാട്ടിയിട്ട് മടവല കെട്ടുമായിരുന്നു. ഒരവസരത്തിൽ ഈ മടവല കെട്ടുന്നതിനിടയ്ക്ക് ഒരു ചേട്ടൻ ആ മടവലയ്ക്കുള്ളിൽ മരണപ്പെട്ടു. അതിന് ശേഷമാണ് അത്തരം മീൻപിടുത്തങ്ങൾ ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത്. ഈ തോട് നേരെ ചെന്നിറങ്ങുന്നത് വേമ്പനാട്ട് കായലിൻ്റെ തെക്കേ മൂലയിലേക്കാണ് ചെന്നിറങ്ങുന്നത്. ഈ തോട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആഴം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ 2 പാടങ്ങൾക്കും ഭീഷണിയായിട്ടുള്ള സ്ഥലമാണിത്. പല അവസരത്തിലും ഈ പാടങ്ങളിലൊക്കെ ഈ പരിസരങ്ങളിൽ മട വീഴാറുണ്ട്. എൻ്റെ മുമ്പത്തെ വർഷവും ഇവിടെ ഒരു മട വീണിട്ട് ഒരു വീടിൻ്റെ സൈഡ് ഉൾപ്പെടെ ഒലിച്ചുപോയ മടകളുണ്ടായ സ്ഥലമാണിത്. അന്ന് വീണ മടയാണിത്. അന്ന് ഒലിച്ചുപോയ വീടിൻ്റെ ഉടമ പുതിയൊരു കൂര അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിറങ്ങുന്നത് വേമ്പനാട്ട് കായലിലേക്കാണ്. ജോഗ്രഫിക്കലി പറഞ്ഞാൽ ഇതെല്ലാം വേമ്പനാട്ട് കായലാണ്. പക്ഷേ കായലായിട്ട് കിടക്കുന്ന സ്ഥലം, വിശാലമായി കിടക്കുന്ന സ്ഥലം വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ് ഇവിടം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ടൂറിസ്റ്റുകളുടെ അവധിക്കാലമായതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ അതിപ്രസരമുള്ള സമയമാണിപ്പോൾ. മഴയുണ്ട, ഞാൻ പറഞ്ഞിരുന്നല്ലോ വേമ്പനാട്ട് കായൽ ഇറങ്ങുമ്പോൾ മഴയായിരിക്കും. മഴ പെയ്ത് വരുന്നുണ്ട്. കായൽ മഴ പെയ്ത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഭംഗി പോലെ തന്നെയല്ല, ആ മഴയത്തൂടെ യാത്ര ചെയ്യുന്നത് കുറച്ച് ദുഷ്കരവും കൂടെയാണ്. ഇവിടെ നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ്, നല്ല തിരമാലകൾ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ അഡ്വഞ്ചർ ടൂറിസത്തിനും പേരുകേട്ട സ്ഥലമാണ്. ഇവിടെ പ്രധാനമായിട്ടും അഡ്വഞ്ചർ ടൂറിസം എന്ന് പറയുന്നത് സ്പീഡ് ബോട്ട് ഡ്രൈവാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു പറപ്പിക്കും. ഇതൊരു പ്രത്യേക ഹരമാണ് കേട്ടോ. ഞാനൊരു തവണ കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഞാൻ പേടിച്ച് വിറച്ചു പോയി. ഇവിടെ ആണെങ്കിൽ പോലും നല്ല പേടി തോന്നിക്കുന്ന ഒരു റൈഡാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിക്കുന്ന സമയത്ത് എൻ്റെ അമ്മോ തെറിച്ച് പോകുന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ നല്ല സേഫ്റ്റി ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ, മറ്റു കാര്യങ്ങളെല്ലാം ബോട്ടിലുണ്ടാവും. ഈ അവസരത്തിൽ ഇതുവഴിയുള്ള യാത്ര കുറച്ച് ദുഷ്കരമാണ്. കാരണം പകൽ ഡേ ക്രൂസിന് പോയ ബോട്ടുകളുടെ വാലയുള്ള വരവ്, അതിനിടയിലൂടെയുള്ള ബോട്ട് ഓടിയിൽ സത്യം പറഞ്ഞാൽ ഈ ഫ്രാങ്കിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. മുട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബോട്ട് പോവുക. അതുക്കണക്ക് ബോട്ടാണ്, 100 കണക്കിന് ബോട്ടുകളുടെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ ബോട്ട് സർക്കാരിൻ്റെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. സീ കുട്ടനാട് എന്നാണ് ആ ബോട്ടിൻ്റെ പേര്. അപ്പർ ഡെക്കിലിരിക്കുന്നതിന് 50 രൂപ,
ഈ മേഖല നെഹ്റു ട്രോഫി വാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. തൊട്ടപ്പുറേ കാണുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് വാട്ടർ പവലിയൻ. അവിടെ വള്ളം തുഴഞ്ഞു വരുന്ന ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു നെഹ്റുവിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് 1160 മീറ്ററാണ് ട്രാക്കിൻ്റെ നീളം. ഇപ്പോൾ അവിടെ ഒരു പുതിയ പാലം വന്നിട്ടുണ്ട്, അതുകൊണ്ട് സ്വല്പം കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഈ കാണുന്ന സ്ഥലമാണ് വാട്ടർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യാത്ര ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ജെട്ടിയിലേക്ക് എത്തുകയാണ്. അതായത് മാതാ ജെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ബോട്ട് ജെട്ടിയിൽ പണി നടക്കുന്നത് കൊണ്ട്, അതായത് ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് ബോട്ട് സ്റ്റേഷനിൽ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പം KSRTCയുടെ തൊട്ടിപ്പുറ വരെയുള്ള സ്ഥലത്ത് വരെ ബോട്ട് എത്തുള്ളൂ. അത് മാതാ ജെട്ടി എന്നറിയപ്പെടുന്നത്. ഇത് ബോട്ടുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന SWTDയുടെ ഡോക്കാണ്. പല ബോട്ടുകളും ഇവിടെ അലക്ഷ്യമായി മുങ്ങി താന്ന് കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ യാത്ര 1.25 മണിക്കൂർ 1 മണിക്കൂർ 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. നമ്മളിത് ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.